ഷെന്നും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അടുത്തുണ്ടായിരുന്നത് ലൂ ആയിരുന്നു. അവൾക്കും എന്താണ് സംഭവിച്ചതെന്നൊന്നും തന്നെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നിന്റെ തലയിലൊക്കെ ഒരു മയക്ക് കൊള്ളുകയും പിന്നീട് നിനക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ ലൂവും അവളുടെ അടുത്തൊക്കെ തുറന്നു പറയുന്നത്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നിന്നോട് എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും അതൊന്നും തന്നെ തുറന്നു പറയുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായി പോയെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും എന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം നീ എപ്പോഴാണ് അറിഞ്ഞതെന്ന് ഷെന്നും ലൂവിന്റെ അടുത്തായിട്ടൊക്കെ ചോദിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇന്ന് രാവിലെ ആയിരുന്നു ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ലൂവും തുറന്നു പറയുന്നത്. എനിക്ക് ഷെന്നിന്റെ അടുത്ത് ഒരിക്കലും കള്ളമൊന്നും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ലോ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമാണ്. ഏത് നിമിഷവും ഞാൻ മരിച്ചു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഇനി എത്ര തവണ എനിക്ക് എന്റെ മകളെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്തു തന്നേ മതിയാവൂ എന്നൊക്കെ ആയിരുന്നു അച്ഛനും അവനോട് പറഞ്ഞത്. ഞാൻ ആ സ്റ്റേജിൽ വെച്ച് പ്രസംഗം പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നെ തിരുത്താമായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷെന്നാകെ വിഷമിക്കുമ്പോഴത്തേക്കും ഇന്നലെ രാത്രി നീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീയും ഓർക്കുന്നില്ലേ? നിനക്കൊരു അവസരം കൂടി കിട്ടുകയായിരുന്നെങ്കിൽ എന്നൊക്കെ നീയും ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ? ഞാനും അപ്പോൾ അത് മാത്രമായിരുന്നു ഓർത്തിട്ടുണ്ടായിരുന്നത്. നിന്റെ അച്ഛനും നീയും കൂടി ഒന്നിക്കുവാനുള്ള ഒരവസരമൊക്കെ ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ടായിരുന്നു ഞാനും അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരിക്കലും ഇങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവളുടെ അടുത്തായിട്ടൊക്കെ ക്ഷമയും ചോദിക്കുന്നു. നീ നിന്റെ അച്ഛന്റെ അടുത്തുള്ള വെറുപ്പൊക്കെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിനക്കും നിന്റെ അച്ഛനും തന്നെ ആയിരിക്കും അതൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. നീ സ്വന്തമായിട്ട് തന്നെ നീറി പുകഞ്ഞൊക്കെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെറുപ്പൊക്കെ മാറ്റി വെച്ചൂടെ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ അമ്മ വെറുതെ അസുഖം വന്ന് മരിച്ചതൊന്നുമല്ല. അതിനുള്ള കാരണക്കാരൻ പോലും എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ ഒരു കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞ് അവളും ദേഷ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 2016 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഷെന്നിന്റെ അച്ഛനും ഷെന്നിന്റെ അച്ഛന്റെ അടുത്ത വിവാഹത്തിന് മുമ്പൊക്കെ കാണുവാനായിട്ട് എത്തിയതായിരുന്നു. എനിക്ക് 20 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നിന്റെ അമ്മേനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ തമ്മിൽ പ്രണയവുമായി വിവാഹവും കഴിച്ചു. പക്ഷെ പ്രണയം ഒരിക്കലും നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ നമുക്കൊരാളുടെ അടുത്തുള്ള പ്രണയം എല്ലാം തന്നെ ഇല്ലാതായെന്നൊക്കെ വരാം. അതായിരുന്നു ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഞങ്ങൾ വേർപിരിഞ്ഞെങ്കിൽ പോലും എന്റെ മകളെന്ന രീതിക്ക് എനിക്ക് നിന്റെ അടുത്തുള്ള സ്നേഹം ഒരിക്കലും മാറിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് കൂടുതൽ ദേഷ്യമൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളും അച്ഛന്റെ അടുത്ത് നിന്നൊക്കെ പോകുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം 2024 കാണിക്കുമ്പോഴത്തേക്കും എന്റെ അമ്മ വെറുതെ അസുഖം വന്ന് മരിച്ചതൊന്നുമല്ല, അച്ഛൻ കാരണമായിരുന്നു അമ്മ അത്രത്തോളം വേദനിച്ചൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇപ്പോഴും താൻ വെറുക്കുന്നുവെന്നൊക്കെയാണ് ഷൻ പോലും ലൂവിനെ അറിയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടി അവളും ഓർക്കുന്നു. അച്ഛൻ ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് പ്ലാൻ ഇട്ട സമയത്ത് അമ്മയുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ആകെ ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അമ്മയും എന്തിനാണ് നീ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്? നിന്റെ ലൈഫിൽ ഒരേ ഒരു പ്രണയം മാത്രമേ ഉള്ളൂ എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? ആ ഒരു പ്രണയം ഞാനല്ലേ? പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്നെ ഉപേക്ഷിച്ചൊക്കെ പോകുവാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് നല്ല വീടില്ലേ? നമുക്ക് നല്ലൊരു മകളില്ലേ? നീയും ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് പോകരുത്. അങ്ങനെ നീ എന്നെ ഡിവോഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനും ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ആയിരുന്നു അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പണ്ട് നീ ഒരു പിയാനോയിസ്റ്റ് ഒക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ നീ ഇപ്പോൾ പിയാനോ ഒന്നും വായിക്കാറ് കൂടിയില്ല. അങ്ങനെ ഇരിക്കെ എനിക്കും എന്റെ സ്നേഹമെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അച്ഛൻ അറിയിക്കുമ്പോഴത്തേക്കും ഞാൻ പിയാനോ വായിക്കാത്തതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പിയാനോ ഒക്കെ വായിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വളരെയധികം വിഷമിച്ച് പിയാനോ ഒക്കെ വായിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഷെന്നും കേട്ടിട്ടുണ്ടായിരുന്നു. നീ ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, ഞാനും നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വീടൊക്കെ വിട്ട് ഇറങ്ങി പോയപ്പോഴത്തേക്കും അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അന്ന് രാത്രി മുഴുവൻ പിയാനോ ഒക്കെ വായിച്ചിരുന്നു. അന്ന് അവളും കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് ഉറങ്ങിയൊക്കെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഷൻ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ അച്ഛന് എന്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ഇല്ലാതായിരിക്കുന്നു. എനിക്കിനി ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അമ്മ എഴുതിയ ഒരു കത്തൊക്കെ ഷെനിന്റെ ശ്രദ്ധയിലും പെടുകയാണ്. അങ്ങനെ ഇരിക്കായിരുന്നു അമ്മ ആത്മഹത്യ ചെയ്ത് നിന്നതെല്ലാം തന്നെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ആയിരുന്നു അവളുടെ അമ്മ മരണപ്പെട്ടൊക്കെ പോയത്. ഇതെല്ലാം തന്നെ ആയിരുന്നു എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലമായിട്ട് ഞാൻ അച്ഛനെ കാണാതിരുന്നിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ മറക്കുവാൻ വേണ്ടിയായിരുന്നു. അച്ഛനെ കാണുമ്പോഴെല്ലാം തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ എന്റെ ഓർമ്മയിൽ വരികയും അതെന്റെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കും അച്ഛനോട് ഒരിക്കലും ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കരയുമ്പോഴത്തേക്കും അവളെ സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ ലൂവും ശ്രമിക്കുകയാണ്. എങ്കിൽ പോലും അവൾക്ക് തനിച്ചിരിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഞാനും അപ്പോൾ എത്തുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ തനിച്ചിരിക്കുവാനായിട്ടൊക്കെ അവനും അനുവദിക്കുന്നു.
ഒരുപാട് രാത്രിയായിട്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന ഷെന്ന് ജനൽ വഴി വെളിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ലു അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെല്ലാം തന്നെ അവളും കാണുകയാണ്. നിനക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ഷെന്നിനെ ഒന്ന് വന്ന് കാണാമോ എന്നൊക്കെ യൂസിയുടെ അടുത്തും ലു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം യൂസിയും ഷെന്നിനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. ലു വീണ്ടും നിനക്കിട്ട് പണി തന്നല്ലേ, നീ എപ്പോഴൊക്കെ ലൂവിന്റെ കൂടെ കൂടുകയാണെങ്കിലും അപ്പോഴെല്ലാം തന്നെ അവൻ നിന്നെ വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും നീ അവന്റെ അടുത്ത് ക്ഷമിക്കുവാനായിട്ട് പോവുകയാണോ? എന്തായാലും അവൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനായിട്ട് പറ്റാത്ത തെറ്റാണെന്നൊക്കെ ആയിരുന്നു യോസിയും ഷെന്നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇതിൽ ലു ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറിച്ച് ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെയാണ് ഇത്. അവനും കാര്യം അറിയാതെ അതിൽ വന്ന് ഇടപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഷെന്നും യൂസിന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നു. പക്ഷെ ഈ ഒരു സമയത്താണ് യൂസിയും ഷെന്നിനെ സ്നേഹിക്കുന്നു എന്നൊരു കാര്യമൊക്കെ അവളുടെ അടുത്ത് തുറന്നു പറയുന്നത്. ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഷോയിൽ വെച്ചൊക്കെ ആയിരുന്നല്ലോ. അന്ന് ഷെന്നും അവിടെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടിയൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അവനും അവളുടെ അടുത്ത് പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ സ്വന്തമാക്കണമെന്നൊക്കെ ആഗ്രഹിച്ച സമയത്തായിരുന്നു ലൂവും അതേ ഷോയിൽ വെച്ചൊക്കെ അവളെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ താൻ ആദ്യമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി തന്റെ കൺമുമ്പിൽ വെച്ച് വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അവൻ ആകെ ഷോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവനും പഠിക്കുവാനായിട്ടൊക്കെ വിദേശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ റൂംമേറ്റ് ആയിട്ടൊക്കെ അവളെ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലൂവും ഷെന്നും തമ്മിലുള്ള വിവാഹം അതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും അവനൊരു അവസരം ഉണ്ടെന്ന് പോലും അവൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. എങ്കിൽ പോലും മറ്റൊരു ദിവസം ഷെനും ലൂവും കൂടി വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അവർ തമ്മിൽ അത്രത്തോളം ഇഷ്ടത്തിലാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളെ വിട്ടുകൊടുക്കുകയായിരുന്നു അവനും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ലൂവും ഷെന്നും തമ്മിൽ ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം ഷെൻ മാത്രം വേദനിച്ചു എന്നെല്ലാം തന്നെ അവനും നേരിട്ട് കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ട് അവൻ ഒരിക്കലും സഹിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതൊക്കെ കണ്ടതിന് ശേഷമാണ് അവനും ലൂവിന്റെ അടുത്തൊക്കെ ദേഷ്യം പോലും തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബ്രേക്കപ്പ് ഒക്കെ എത്രത്തോളം ഷെന്നിനെ വേദനിപ്പിച്ചു എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നത് കൊണ്ട് ഷെന്നിന്റെ മനസ്സിൽ നിന്നും ലൂ എന്നേക്കുമായിട്ട് മായട്ടെ, അതിനുശേഷം മാത്രം തന്റെ പ്രണയമൊക്കെ തുറന്നു പറയാമെന്നായിരുന്നു യൂസി കരുതിയതും. അതുവരെ അവളുടെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ട് ഇരിക്കാമെന്നും അവൻ വിചാരിച്ചു. എങ്കിൽ പോലും എല്ലാം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നീയും ലൂവും വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒന്നിച്ച് കടയിലൊക്കെ പോയ സമയത്ത് ഞാനും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ലൂവിന്റെ അടുത്തും തുറന്നു പറഞ്ഞു. ഇതൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ യൂസി പറയുമ്പോഴത്തേക്കും നീ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് ഞാൻ പലപ്പോഴായിട്ട് ലൂവിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ലൂ നിന്റെ അടുത്ത് വളരെ ജലസ് ആയിട്ടൊക്കെ ആയിരുന്നു പെരുമാറിയത്. അത് ലൂവിന്റെ തെറ്റായിരിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ നീയും എന്നോടുള്ള സ്നേഹമൊക്കെ അവനോട് തുറന്നു പറഞ്ഞത് കൊണ്ടായിരുന്നു അവനും അങ്ങനെ പെരുമാറിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഷെനും ആകെ ദേഷ്യപ്പെടുന്നു. നീ ഇവിടേക്ക് നിൽക്കുകയാണെങ്കിൽ നിന്റെ അച്ഛനും അതുപോലെ തന്നെ ലൂവും നിന്നെ പിന്തുടരുന്നതായിരിക്കും. നീ അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. നിനക്ക് ഏത് രാജ്യത്ത് പോകണമെങ്കിലും ഞാനും നിന്റെ ഒപ്പം വരാം. നമുക്ക് രണ്ടുപേർക്കും മറ്റേതെങ്കിലും രാജ്യത്ത് പോയി സുഖമായിട്ട് ജീവിക്കാം. നിനക്ക് TV ഷോസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമെല്ലാം തന്നെ ഞാനും ഒരുക്കി തരാം. നീയും ഇനിയും സ്വയം വേദനിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ശ്രമിക്കരുതെന്നൊക്കെ യൂസിയും അവളുടെ അടുത്തായിട്ടൊക്കെ പറയുന്നു. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും ഞാൻ ഉറപ്പായിട്ടും കൂടെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ യൂസി പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കേൾക്കാതെ നീ കാരണമായിരുന്നു ഇത്രയും കാലം ഞാൻ ലൂവിനെ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. ലൂ മാത്രമായിരിക്കും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അവന് മാത്രമേ എന്നെ സമാധാനിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ അവളും തുറന്നു പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും യൂസിക്കും ആകെ വിഷമമൊക്കെ തോന്നുന്നു. ഈ ഒരു സമയത്താണ് ലു കൊടുത്തുവിട്ട ഫുഡ് എല്ലാം തന്നെ നേഴ്സും അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് കൂടി കാണുമ്പോൾ അവളും ഒരുപാട് ഹാപ്പി ആകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.